ഹായ് വേസ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് കപ്പ ബിരിയാണി. അപ്പോൾ കപ്പ ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെ അതിൻ്റെ ചേരുവകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. നമുക്ക് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെയാണെന്ന് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഞാൻ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളി ഉണ്ട്, 1 കപ്പ് കൊച്ചുള്ളി, വെളുത്തുള്ളി ഉണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനാണ് തേങ്ങക്കൊത്ത് നല്ല ടേസ്റ്റാണ് ഇതിനിട്ട് കഴിഞ്ഞാൽ. ലാസ്റ്റത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ചേർക്കണം. കുരുമുളക് പൊടി എടുത്തു കഴിഞ്ഞാൽ എരിവിന് നല്ലതാണ്, ടേസ്റ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. അടുത്ത പരിചയപ്പെടുത്താനുള്ള കേസ് എന്ന് വെച്ചാൽ നമുക്ക് കപ്പയാണ്. നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത് 2 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. അതുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് എന്ന് പറയുന്നത് 1 കിലോ ബീഫ് അതിനകത്ത് ഇൻക്ലൂഡാണ്. 1/4 കിലോ എല്ലുണ്ട് അതിലൂടെ. അപ്പോൾ എല്ലാം കൂടെ ചേർത്താണ് 1 കിലോ. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പ വെക്കാം. കപ്പ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് വെക്കാം. നമുക്ക് ഈ ഇരിക്കുന്ന കപ്പ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 2 കിലോ കപ്പയാണ്. അതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ഒരടപ്പെടുത്ത് അടച്ചു വെക്കാം. അത് വേഗം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ബീഫ് റെഡിയാക്കി വെക്കണം. നമുക്ക് അടുത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി ഇതാണ്. 1 കിലോ ഇറച്ചിയുണ്ട്. അടുത്ത് വെച്ച് നമുക്ക് ഇറച്ചി ശ്രദ്ധിച്ചില്ല, ഇറച്ചി ഇത്രയുണ്ട്. അപ്പോൾ അതാണ് ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കർ എടുക്കാം. കുക്കർ എടുത്തുകൊണ്ട് കുക്കറിനകത്ത് നമ്മുടെ ഇറച്ചി ഇടാം. ഇറച്ചി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മളിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, കുക്കറിനകത്തിട്ടുണ്ട്. അതുകൂടാതെ വെച്ചാൽ നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി സ്വല്പം വെള്ളം ചേർക്കുന്നുണ്ട്. ഓക്കെ, അതിത്രയും വെള്ളം ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ അടപ്പെടുത്ത് വെച്ച് അടച്ച് കത്തിക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയും വെച്ചിട്ടുണ്ട്, കപ്പയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിരിക്കുകയാണ്. 4 വിസിൽ ടോട്ടൽ അടിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ 4 വിസിൽ വേണം, കാരണം എല്ലും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ വെന്ത് മാറണം. അടുത്ത വെച്ച് നമ്മുടെ കപ്പ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫും കപ്പ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കറി റെഡിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമുക്ക് ബീഫ് ബിരിയാണി എല്ലാം, കപ്പ ബിരിയാണി എല്ലാം റെഡിയാക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല 5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനകത്ത് നമുക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കടുക് ചേർക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങക്കൊത്താണ് ആവി വരുന്നത്. തേങ്ങക്കൊത്ത് വെച്ച് വരുമ്പോഴും നമുക്ക് ബാക്കി ചെയ്യാം. ഇത് വെള്ളം ഇതിനകത്തുണ്ടാവില്ല, അതൊക്കെ മാറട്ടെ. മാറത്തേക്ക് നമുക്കടുത്ത് നമ്മുടെ കറി ഇടാം. അര സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്ന് നടന്നിട്ട് നമ്മുടെ തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊടുക്കാം. കൊത്തി ചേർക്കുന്നുണ്ട്. തേങ്ങ കൊടുത്ത് നമുക്ക് തേങ്ങ കൊടുത്ത് കഴിഞ്ഞാൽ ബ്രൗൺ കളറാണ് നമുക്ക് ചൂടി കൊടുക്കാം. ഇതിനകത്ത് ടേസ്റ്റും തേങ്ങ കൊത്തിൻ്റെയാണ് ടേസ്റ്റ് വരുന്നത്. ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെ സ്ഥലം മാറുമ്പോൾ അതിൻ്റെ ആ കുക്കിംഗ് രീതി മാറുന്നുണ്ട്. കാരണം ഈ കപ്പ ബിരിയാണി ചിലവർ ഞാൻ പറഞ്ഞില്ല, ഈ തേങ്ങ തിരിങ്ങി അത് വറുത്ത് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്കത് കുറച്ച് വെക്കാം, ലോ ഫ്ലെയിമിൽ വേണം. ഇന്ന് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നു. ഇടയ്ക്ക് നമുക്ക് അത് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട്, അത് തന്നെ വെച്ച് കൊടുക്കണം. പത്ത് ദിവസം ആകട്ടെ. പ്രത്യേക ശ്രദ്ധിക്കുക, നമ്മൾ കൂട്ടുശ്രദ്ധിക്കും ഇതെല്ലാം മുറിഞ്ഞ് വരേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കണം. നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാറ്. അടുത്ത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് വേണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നല്ല ചിക്കി കൊടുക്കാം. നമ്മുടെ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ അടുത്ത് നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളിയാണ്. 1 കപ്പ് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നല്ല രീതിയിൽ അതെല്ലാം കൂടെ ചിക്കി എടുക്കണം. അപ്പോൾ തന്നെ ഒരുവിധം ഇതെല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് നമ്മുടെ കൊച്ചുള്ളി ഒരുവിധമായി വരണം. അപ്പോൾ അതിൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബ്രൗൺ കളറാകുന്ന രീതിയിൽ നമുക്ക് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. സവാള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ കപ്പയ്ക്കകത്ത് ഉപ്പ് ഞാൻ കുറവാണ് കേട്ടത്. അതിന് പകരം ഇതിനകത്ത് ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. കാരണം കപ്പയ്ക്കകത്ത് ഉപ്പ് കുറവ് കിട്ടാൻ കാരണം വെച്ചാൽ ചിലവർക്ക് അങ്ങനെ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയി നമ്മുടെ അതിനകത്ത് വളരെ സമയം ഇട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കണം. എല്ലാം ഒന്ന് വെന്ത് എല്ലാം വരുന്നതൊന്ന് അടച്ചു വെക്കാം. നമ്മളിതെല്ലാം കൂടെ ഒന്ന് സാധനങ്ങളിൽ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് നമുക്ക് ഒരു സെൻറ്ററിലോട്ട് ആക്കി വെച്ച് ഒരു വിധം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം.
കുറച്ച് നേരം വെക്കാം, ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോഴത്തേക്ക് ഒരുവിധം ഒന്ന് വെന്ത് റെഡിയായി വരും. സവാളയും കാര്യങ്ങളൊക്കെ ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. നമുക്കത് നമുക്ക് നോക്കിയിട്ട് മസാല എല്ലാം സവാളയും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തതിനകത്തോട്ട് മസാല ചേർക്കണം. മസാലയൊക്കെ വേണ്ടി ഞാൻ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതുകൂടാതെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു നുള്ളാണ്. ഇതെല്ലാം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാമെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലൊന്ന് എല്ലായിട്ടും ഒന്ന് സെറ്റാകണം, അതായത് സെറ്റായിട്ട് വരണം. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ നമ്മൾ നല്ല രീതിയിലൊന്ന്, കാരണം ഈ മസാലയുടെ പച്ചപ്പ് മാറി കിട്ടണം. അപ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം വെന്ത് നല്ല ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വേറെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇതിനകത്തുള്ള വെന്തതിൻ്റെ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് രണ്ട് തിള വരണം. തിള വരുമ്പോഴേക്കും നമുക്ക് അത് നമ്മുടെ ചീനി ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നോക്കാതെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മുടെ കപ്പ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അല്ല, ഇത് വെള്ളമൊക്കെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം പറ്റിയെല്ലാം ഇതായി ഇപ്പം നല്ല സെറ്റായി കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ കപ്പ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കപ്പ ചേർക്കാവുള്ളൂ, അത് അടിവശം പിടിക്കുക. അല്ലെങ്കിൽ പിന്നെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് അത് ഒന്നും കൂടെ ഒന്ന് വേകാൻ വേണ്ടി വെക്കണം. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടി. അപ്പോൾ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ അതെല്ലാം ഈ കപ്പയും ഇതിൻ്റെ ഫ്ലേവറെല്ലാം കൂടെ സെറ്റാകാൻ വേണ്ടി നമുക്ക് അടച്ച് വെക്കാം 5 മിനിറ്റത്തേക്ക്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുമായിരുന്നു. നമുക്ക് നോക്കാം. ഇപ്പം ഒരുവിധം അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ഡെക്കറേഷന് വേണ്ടിയുള്ള. അതായത് സവാളയാണ് ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലയുണ്ട്. മല്ലിയിലയും സ്പൂൺ ഉപയോഗിക്കണ്ട, മല്ലിയിലയും കൂടെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം അതിൻ്റെ ഡെക്കറേഷൻ ഫുള്ളായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു ഇറച്ചി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉണ്ടാക്കിയില്ല, നമ്മൾ ടേസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ അത് റെഡിയാകത്തില്ലല്ലോ. കറക്റ്റ്
എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലവരൊക്കെ ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, തേങ്ങ വറുത്തിടാറുണ്ട്. വറുത്തിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കടിക്കുമ്പോൾ നമുക്കൊരു മുറുകുറ പറയത്തില്ലേ, ആ രീതി നമുക്ക് തോന്നും. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത ഐറ്റമായിട്ട് ഇനി ഒരു ട്രിപ്പ് വരുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഡെയിലി മാക്സിമം ഡെയിലി അല്ലെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ നമ്മളൊരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഐറ്റമായിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.